നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിൽ പുതുതായി 20 പേർക്ക് കൂടി കൊറോണ രോഗബാധ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യത്താകെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 255 ഉയർന്നു. ഇതിൽ 9 പേർ ഇന്ത്യക്കാരാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ രോഗം സ്ഥിരീകരിച്ച 3 ഇന്ത്യക്കാരുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് 9 ഇന്ത്യൻ പ്രവാസികൾക്ക് കൂടി രോഗം പകർന്നിരിക്കുന്നത്. ഇതോടെ കുവൈറ്റിൽ വൈറസ് ബാധിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 17 ഉയർന്നു. അതോടൊപ്പം തന്നെ UAE-യിൽ 30 ഇന്ത്യക്കാർ ഉൾപ്പെടെ 102 പേർക്ക് കൂടി ഞായറാഴ്ച COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ UAE ആകെ രോഗബാധിതരുടെ എണ്ണം 570 ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്ന വർധന ഏറെ ആശങ്ക ഉളവാക്കുന്നു. ഇതിനു പുറമെ 3 ബംഗ്ലാദേശ് പൗരന്മാർക്കും ഒരു കുവൈറ്റ് പൗരനും നേരത്തെ വൈറസ് സ്ഥിരീകരിച്ചവരുമായുള്ള സമ്പർക്കം വഴിയാണ് വൈറസ് ബാധയേറ്റത്. ഇതോടൊപ്പം ബ്രിട്ടനിൽ നിന്ന് മടങ്ങിയെത്തിയ 6 കുവൈറ്റ് പൗരന്മാർ, ഒരു ഫിലിപ്പീൻസ് പൗരൻ എന്നിവർക്കാണ് ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. ഞായറാഴ്ച 3 പേർ രോഗമുക്തി നേടിയെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആകെ 67 പേരാണ് ഇതുവരെ കുവൈറ്റിൽ രോഗമുക്തി നേടിയത്. നിലവിൽ 188 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരുടെ എണ്ണം 12 ഉയർന്നു. വിദേശത്ത് നിന്ന് പുതുതായി കൊണ്ടുവന്ന സ്വദേശികളെ കൂടി ചേർത്ത് നിരീക്ഷണ ക്യാമ്പിലുള്ളവരുടെ എണ്ണം 1231 വർദ്ധിച്ചു. 910 പേർ നിരീക്ഷണ ഘട്ടം പിന്നിട്ടതായും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. ഒപ്പം കുവൈറ്റിൽ പൊതുജനങ്ങൾ ആവശ്യമില്ലാതെ പുറത്തു പോകുന്നതും സർക്കാർ നിർദ്ദേശങ്ങളും നിബന്ധനകളും അവഗണിക്കുന്നതും ചെയ്യുന്നവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കർഫ്യൂ ഇല്ലാത്ത സമയങ്ങളിൽ ആളുകൾ അനാവശ്യമായി കൂട്ടം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ 24 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അനസ് അൽ സലേഹ് ട്വിറ്ററിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ UAE-യിൽ ഇന്ത്യക്കാർക്ക് പുറമെ ന്യൂസിലാൻഡ്, സ്ലോവാക്യ, മൊറോക്കോ, ഗ്രീസ്, ചൈന, ഫ്രാൻസ്, ജർമ്മനി, അൾജീരിയ, ഇറാഖ്, കൊളംബിയ, വെനസ്വേല, പോളണ്ട് എന്നിവിടങ്ങളിൽ നിന്നും ഓരോരുത്തർക്കും ബ്രസീൽ, സ്വീഡൻ, ഓസ്ട്രേലിയ, എത്യോപ്യ, കാനഡ, ലെബനൻ, സുഡാൻ, സൗദി അറേബ്യ, പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ നിന്നും 2 പേർക്ക് വീതവും, ഇറ്റലി, അയർലൻഡ് 3 കേസുകൾ, ഈജിപ്തിൽ നിന്നുള്ള 6 പേർ, ഇങ്ങനെ UAE, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 7 പേർ, ബ്രിട്ടനിൽ നിന്നുള്ള 16 പേർക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആശങ്കയേറി വരുന്നത് ലേബർ ക്യാമ്പിൽ കഴിയുന്ന പ്രവാസികളിൽ തന്നെയാണ്. ഒരു റൂമിൽ തന്നെ 17 പേരടങ്ങുന്ന ലേബർ ക്യാമ്പുകൾ സജീവമാണ്. ഇതിനാൽ തന്നെ രോഗം പകരാൻ സാധ്യതയും ഏറെയാണ്. ഇത്തരത്തിൽ പ്രവാസികളേറെ അധിവസിച്ചു വരുന്ന ലേബർ ക്യാമ്പുകൾ പ്രവാസി ലോകത്ത് ആശങ്ക ഉയർത്തുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.